ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം അഗെയിൻ. ഇപ്പോൾ മീഡിയയിലും ന്യൂസിലും എല്ലാം കേൾക്കുന്നതാണല്ലോ കുട്ടികൾക്ക് മംസ് അഥവാ മുണ്ടിനീര് കൂടുതലായി കാണപ്പെടുന്നുവെന്ന്. അപ്പോൾ എന്താണ് ഈ മുണ്ടിനീർ എന്ന് പറഞ്ഞ അസുഖം? ശരിക്കും പറഞ്ഞാൽ അതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. പകരുന്നത് സാധാരണ വായിലെ ഡ്രോപ്ലെറ്റ്സ് വഴിയും കുഞ്ഞ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വഴിയും അങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് അത് പകരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് അത് സാധാരണ സലൈവറി ഗ്ലാൻഡ്, അതായത് ഉമിനീർ ഗ്രന്ഥികളുടെ ഇൻഫെക്ഷനാണ്. ഉമിനീർ ഗ്രന്ഥികൾ എവിടെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ ചെവിയുടെ താഴെ പരോട്ടിഡ് ഗ്ലാൻഡ്, പിന്നെ ഈ ജോയ്ക്ക് താഴെയുള്ള സബ് മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ. സാധാരണ ഇത് നീർക്കെട്ട് വരുന്നതെല്ലാം പരോട്ടിഡ് ഗ്ലാൻഡാണ്. അത് സാധാരണ ഒരു വശത്ത് തുടങ്ങി മറ്റേ സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്യും. യൂഷ്വലി രണ്ട് സൈഡിലും ഉണ്ടാകാറുണ്ട്. ചെവി കുറച്ച് പൊങ്ങുകയും പുറത്തോട്ട് വരികയും ചെയ്യുന്നതാണ് അത് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം. മംസിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പനി, തലവേദന, ക്ഷീണം, ഈ ഗ്ലാൻഡിൻ്റെ അവിടെ വേദന, ചവയ്ക്കുമ്പോൾ വേദന, കഴുത്ത് വേദന, അങ്ങനെ തുടങ്ങി ചില കുട്ടികൾക്ക് അറിയ പോലും ഇല്ല, ഒരു സിംറ്റവും ഇല്ലാതെ തന്നെ മംസ് വന്ന് പോകാറുണ്ട്. ചിലപ്പോൾ വയറുവേദനയായിട്ട് വരുമ്പോഴായിരിക്കും 2 ദിവസം കഴിയുമ്പോൾ പരോട്ടിഡ് ഗ്ലാൻഡിന് സ്വെല്ലിംഗ് കാണുന്നത്. അപ്പോൾ മൈൽഡായിട്ടുള്ളൊരു അസുഖമാണ് സാധാരണഗതിയിൽ. നമ്മളൊരു കുട്ടിയായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ ഒരു 12 or 15 ദിവസം കഴിഞ്ഞ് മാത്രമേ അടുത്ത കുട്ടിക്ക് വരികയുള്ളൂ. അത്ര വളരെയധികം കണ്ടേജിയസ് അല്ല എന്ന് പറയാം. പെട്ടെന്ന് ചാടി പകരുന്ന ഒരു അസുഖവുമല്ല. ആദ്യം ഒരു സൈഡിൽ തുടങ്ങിയിട്ട് പിന്നെ മറ്റേ സൈഡിലും കൂടെ ഉണ്ടാകുന്നതാണ്. വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ ഒരു സൈഡിൽ മാത്രം നീർക്കെട്ട് ഉണ്ടാകാറുള്ളൂ. ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത അസുഖങ്ങളില്ലല്ലോ. അപ്പോൾ ഒരു മംസ് ഉള്ളൊരു കുട്ടി, മുണ്ടിനീരുള്ളൊരു കുട്ടി നിർത്താതെ തലവേദനയും ശക്തിയായ തലവേദനയും ഛർദിയും ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് മെനിഞ്ചൈറ്റിസ് ആകാം, മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആകാം. അതായത് ബ്രെയിൻ്റെ ഇൻഫ്ലമേഷൻ ഒക്കെ വളരെ ചുരുക്കം കുട്ടികൾക്കാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മുണ്ടിനീരെന്ന് പറയുമ്പോൾ ആദ്യമേ എല്ലാവർക്കും ഒരു പേടി, ആൺകുട്ടികൾക്ക് ഓർക്കൈറ്റിസ്, അതായത് ടെസ്റ്റിസിനുണ്ടാകുന്ന വീക്കം, വൃഷണത്തിൻ്റെ വീക്കം വളരെ ചുരുക്കം കുട്ടികൾക്കാണ് കാണുന്നത്. എന്നാലും നമ്മൾ കുട്ടി അങ്ങനെ ഒരു വേദനയോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും വേണം. അതിനുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കുകയും വേണം. പിന്നെ ഓവറിയുടെ ഇൻഫ്ലമേഷൻ, അതായത് പെൺകുട്ടികൾ ലോവർ അബ്ഡമൽ, വയറിൻ്റെ താഴ്ഭാഗത്ത് പെയിനും ചിലപ്പോൾ ഛർദിലും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ, മുണ്ടിനീരുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഓവറിയുടെ ഇൻഫ്ലമേഷനും കൂടെ സസ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മുണ്ടിനീരിൻ്റെ വൈറസ് ബാധിക്കുന്ന വേറൊരു ഓർഗനാണ് പാൻക്രിയാസ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് പോലെ വയറുവേദന, അതായത് വയറിൻ്റെ മുകൾ ഭാഗത്ത് ശക്തിയായിട്ട് വേദന, ഛർദിൽ, നിർത്താതെയുള്ള ഛർദിലും സിവിയർ പെയിനും ആണെങ്കിൽ പാൻക്രൈറ്റൈറ്റിസ് ആയിരിക്കാം. അപ്പോഴും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. വളരെ ചുരുക്കമായിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് മംസ് കഴിഞ്ഞിട്ട് കേൾവിക്കുറവ്, ഡെഫ്നെസ്. ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും അത്ര കോമൺ അല്ല. എന്നാലും ഒരു കുട്ടിക്ക് മുണ്ടിനീര് വരുമ്പോൾ നമ്മൾ ഈ കോംപ്ലിക്കേഷൻസിനെ പറ്റിയെല്ലാം അവെയർ ആയിരിക്കണം. നിങ്ങളെ ഒന്ന് അലേർട്ട് ചെയ്യുന്നെന്ന് മാത്രം. അല്ലാതെ മുണ്ടിനീര് വരുന്ന കുട്ടികൾക്കെല്ലാം ഇതേപോലെ മെനിഞ്ചൈറ്റിസോ പാൻക്രൈറ്റൈറ്റിസോ ഓർക്കൈറ്റിസോ ഒക്കെ വരുമെന്നല്ല പറയുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. അതായത് പനിയുണ്ടെങ്കിൽ പനിയുടെ പാരസെറ്റമോൾ, തലവേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാം. പിന്നെ ഗുഡ് ഓറൽ ഹൈജീൻ, അതായത് വായ നല്ലവണ്ണം വൃത്തിയാക്കി വയ്ക്കുക, വെള്ളം എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക, എപ്പോഴും വെള്ളം നല്ലവണ്ണം കുടിപ്പിക്കുക. പിന്നെ പല്ല് വൃത്തിയാക്കി വയ്ക്കുക, 2 or 3 പ്രാവശ്യം പല്ല് തേച്ചാലും കുഴപ്പമില്ല. പിന്നെ കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ, ഈ പറഞ്ഞ സിംറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ നീര് ഉള്ളിടത്തോളം കാലം ഇത് വരുന്ന സ്റ്റേജാണെന്ന് വിചാരിക്കണം. സ്വെല്ലിങ്സ് നല്ലവണ്ണം മാറിയതിന് ശേഷം മാത്രമേ കുട്ടികളെ സ്കൂളിൽ വിടാവുള്ളൂ. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, MMR വാക്സിൻ, മംസ്, മീസിൽസ്, റൂബല്ല വാക്സിൻ. ഇതുകൊണ്ട് തന്നെയാണ് 9 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ MMR എന്ന വാക്സിൻ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം MMR വാക്സിൻ ഉണ്ട്. നമ്മൾ 9 മാസത്തിലും പിന്നെ 15 മാസത്തിലും ഇപ്പോൾ 4.5 വയസ്സാകുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ബൂസ്റ്ററും കൂടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. വാക്സിന് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ സാധാരണ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത വാക്സിനാണ്. നിങ്ങളെല്ലാവരും എടുത്തു കാണുമല്ലോ. അല്ലാതെ ഈ മംസ് വരാതിരിക്കാൻ വേറെ മരുന്നുകളോ ഒന്നുമില്ല. വന്നു കഴിഞ്ഞാലും ഒരു ആൻറ്റി വൈറൽ സ്പെസിഫിക് ആയിട്ട് ഒരു മരുന്നും ഇല്ല. അതുകൊണ്ട് വാക്സിനേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷർ. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കത്തിൽ മംസിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.